ദ്രാവിഡ രാഷ്ട്രീയത്തിന് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് ജോസഫ് വിജയ് നയിക്കുന്ന തമിഴക വെട്രി കഴകമെന്ന TVK ഭരണത്തിലെത്തി. 1967 മുതൽ DMKയും AIADMKയും മാറി മാറി ഭരിച്ച തമിഴ് രാഷ്ട്രീയത്തിനാണ് സമൂലമായ മാറ്റം വന്നിരിക്കുന്നത്. പെരിയാർ, അണ്ണാദുരൈ, കരുണാനിധി, MGR, ജയലളിത, പിന്നീട് ഇങ്ങോട്ട് സ്റ്റാലിനും പനീർശെൽവവും ഇവർ തോളിലേറ്റിയ ദ്രാവിഡ കക്ഷി രാഷ്ട്രീയത്തിന് തമിഴ്നാട്ടിൽ ഏതാണ്ട് തിരശ്ശീല വീഴുകയാണ്. സിനിമയോടും താരങ്ങളോടും അത്യധികമായ ആരാധനയുള്ള തമിഴ്നാട്ടിൽ നല്ല ഭരണം കാഴ്ചവെച്ചാൽ തമിഴ് സൂപ്പർ സ്റ്റാറായ വിജയന്റെ യുഗമാകും വരാൻ പോകുന്നത്. TVKക്ക് ഭരിക്കുവാനുള്ള സമ്പൂർണ്ണ പിന്തുണ ജനം കൊടുത്തിട്ടില്ല. പക്ഷെ ഈ രാഷ്ട്രീയ പരീക്ഷണത്തിൽ രണ്ട് ദ്രാവിഡ മുന്നണികളേക്കാൾ ഏറെ മുന്നേറിയ TVK ഭരണത്തിന് അർഹരാണ് എന്നതാണ് വസ്തുത. കോൺഗ്രസിന്റെ 5 MLAമാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ 4, VCKയുടെ 2, IUMLന്റെ 2 തുടങ്ങിയവർ പിന്തുണയുമായി വന്നപ്പോൾ ഞെട്ടിയത് DMKയാണ്. ഇവരെല്ലാം കഴിഞ്ഞ ഇലക്ഷനിൽ DMKയുടെ ഘടകകക്ഷികൾ ആയിരുന്നു. ഇവർക്ക് MLAമാരെ ലഭിച്ചതുപോലും DMKയുടെ പരിപൂർണ സഹായത്തോടുകൂടി മാത്രമായിരുന്നു. മറിച്ചായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഒരു പാർട്ടിക്കും ഒരു MLA പോലും ഉണ്ടാകുവാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ DMKയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത് അവരോട് പോലും ചർച്ച ചെയ്യാതെ രാത്രിക്ക് രാത്രി DMKയുടെ ബദ്ധശത്രുക്കളായ TVK മുന്നണിയിലേക്ക് കളം മാറിയ കോൺഗ്രസ് ആണ്. നരേന്ദ്രമോദിയുടെയും BJPയുടെയും ശക്തരായ എതിരാളികളാണ് കോൺഗ്രസും DMKയും. അത് പാർലമെന്റിന് അകത്തായാലും പുറത്തായാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഈ രണ്ട് പാർട്ടികളും. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആദ്യം വാദിച്ചതും സ്റ്റാലിനാണ്. പക്ഷേ ഭരണത്തിനു വേണ്ടി എല്ലാം മറന്നു നടത്തിയ ഈ മറുകണ്ഠം ചാടൽ മുന്നണിയുടെ ഉള്ളിൽ തന്നെ വിള്ളൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇനി വിജയ് യുഗമാണെന്നും DMKയുടെ കൂടെ നിന്നിട്ട് വലിയ കാര്യമില്ലെന്നും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാവാം കോൺഗ്രസ് കളം മാറ്റം നടത്തിയത്. നരേന്ദ്രമോദിയെയും BJPയെയും അതിശക്തമായി വിമർശിക്കുന്ന ഈ കൂട്ടുകക്ഷികളുടെ വഴിപിരിയൽ BJPക്ക് രാഷ്ട്രീയപരമായ നേട്ടമാണ്. ഇനിയുള്ള തിരഞ്ഞെടുപ്പ് 2029 അന്ന് വിജയിയുടെ കൂടെ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടുവാനായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക. പക്ഷേ മറുചോദ്യം ഉയരുന്നു. വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ കൂടി മുന്നണിയിൽ ചേർക്കേണ്ടി വന്നാൽ TVK ഒറ്റയ്ക്ക് നിന്നപ്പോൾ നേടിയ വോട്ടുകൾ നേടാൻ കഴിയുമോ? വിജയ് എന്ന നടന്റെ TVK എന്ന പുതിയ പാർട്ടിയുടെ പ്രതിച്ഛായയിൽ നേടിയ വോട്ടുകൾ കോൺഗ്രസ് അടങ്ങുന്ന രാഷ്ട്രീയപരമായ ഒരു കൂട്ടുകെട്ടിലൂടെ വീണ്ടും നേടുവാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ തമിഴ്നാട്ടിൽ ഒരു സീറ്റ് പോലും നേടാൻ കെൽപ്പില്ലാത്ത കോൺഗ്രസിനെ വിജയ് കൂടെ കൂട്ടിയത് താൽക്കാലികമാണ്. കോൺഗ്രസ് DMKയിൽ നിന്നും അകന്നു കഴിഞ്ഞിരിക്കുന്നു. TVKയിൽ കൂടി അവർ അപ്രസക്തരാകുകയാണെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയം തമിഴ്നാട്ടിൽ അസ്തമിക്കുക തന്നെ ചെയ്യും. രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആരുടെയൊക്കെ കൂട്ടത്തിൽ അവർ കൂടിയിട്ടുണ്ടോ അവർക്കൊക്കെ രാഷ്ട്രീയ തിരിച്ചടി കിട്ടിയ ചരിത്രമാണുള്ളത്. ഇനി 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നത്. 3 വർഷം എന്നത് വലിയ കാലയളവാണ്. രാഷ്ട്രീയ പരിചയമുള്ള സമ്പന്നതയുള്ള DMKയും AIADMKയും BJPയും കയ്യും കെട്ടി വെറുതെ ഇരിക്കുമെന്ന് കരുതേണ്ട. രാഷ്ട്രീയത്തിൽ സമവാക്യങ്ങൾ മാറി മറിഞ്ഞു വരും. ഇപ്പോൾ പിന്തുണ നൽകിയിട്ടുള്ള ചെറു പാർട്ടികളെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയും 1 വർഷത്തിന് ശേഷം രാജിവെച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്താൽ സമ്പൂർണമായ ആധിപത്യത്തോടെ ഭരണത്തിൽ തിരിച്ചു വരാം എന്ന് വിജയ് കണക്കുകൂട്ടുന്നുണ്ടാകാം. അതിൽ അതിശയമൊന്നും കാണേണ്ടതുമില്ല. മുന്നണി സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് തന്റെ സ്വന്തം സർക്കാരുമായി മുന്നോട്ട് പോകാൻ TVKക്ക് കഴിയും. ഇതെല്ലാം സാധ്യതകളാണ്. പക്ഷേ വഞ്ചകരായ കോൺഗ്രസിനെ DMK ഇനി എങ്ങനെ നേരിടും എന്നുള്ളത് ദേശീയ മുന്നണി സംവിധാനത്തിലെ സമവാക്യങ്ങൾ തിരുത്തി കുറുക്കുക തന്നെ ചെയ്യും.